വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. കെ.സി. വേണുഗോപാൽ പിൻവാങ്ങി. അതോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു. കോൺഗ്രസ് ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ വീണ്ടും കേരളത്തിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് എം.എൽ.എമാർ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയും പിന്തുണച്ചും രംഗത്ത് വരുന്നു. തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് എം.എൽ.എമാർക്ക് സ്വീകരണം നൽകുന്നു. DCCയുടെ പരിപാടിയാണ്. നല്ല ആൾക്കൂട്ടമുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് കെ.സി. വേണുഗോപാൽ. എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിനെ തന്നെ മലപ്പുറത്ത് എത്തിച്ചത് എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരേണ്ടതുണ്ടോ? ഇവിടെ നേതാക്കളില്ലേ? രമേശ് ചെന്നിത്തലയുണ്ട്, മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനുണ്ട്. അവരൊക്കെ എം.എൽ.എമാർ വിളിച്ചാൽ വരാതിരിക്കില്ലല്ലോ, DCC വിളിച്ചാൽ വരാതിരിക്കില്ലല്ലോ. പക്ഷേ അവരെ ആരെയും അങ്ങോട്ട് അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പോസ്റ്ററിൽ 3 എം.എൽ.എമാരുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്. മുഖ്യമന്ത്രിയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയോ ഒരു ചിത്രം പോലും പോസ്റ്ററുകളിലും ബോർഡുകളിലും വെച്ചതുമില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ പൂർണ്ണമായും തഴഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കളെ വിളിക്കാമായിരുന്നില്ലേ? മലപ്പുറം ജില്ലയല്ലേ? മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ഒറ്റക്ക് ജയിച്ചു വരാൻ കഴിയില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? അവരുടെ ഫോട്ടോ കൂടി വെക്കേണ്ടതായിരുന്നില്ലേ? ഈ ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഫോട്ടോയൊന്നും വെച്ചിട്ടില്ല പോസ്റ്ററിൽ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ മന്ത്രിയാണ്, അദ്ദേഹത്തെ പോലും വിളിച്ചില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് സോണിയാഗാന്ധിയെയും AICC നേതൃത്വത്തെയും വിളിച്ച് അറിയിച്ചു, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്ന്. അത്രമാത്രം ശക്തമായ നിലപാടെടുത്തിരുന്നു വി.ഡി. സതീശന് വേണ്ടി. അങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ തട്ടിപ്പോയത്. തട്ടിപ്പോവാൻ പ്രധാനപ്പെട്ട കാരണം അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആരെയും അങ്ങോട്ട് അടുപ്പിച്ചില്ല. മുസ്ലിം ലീഗ് എതിർപ്പ് പറഞ്ഞതോടുകൂടി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാലും എവിടെ നിന്നെങ്കിലും മത്സരിച്ച് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം വേണ്ടിവരും. മുസ്ലിം ലീഗ് എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ നടക്കില്ല, ജയം പോലും നടക്കില്ല എന്ന് കെ.സി. വേണുഗോപാൽ കണക്കുകൂട്ടി. അതോടുകൂടിയാണ് അദ്ദേഹം പിൻവാങ്ങിയത്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് ഇത്തരമൊരു വേദിയിലേക്ക്, കെ.സി. വേണുഗോപാൽ പങ്കെടുക്കുന്ന വേദിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ആരെയെങ്കിലും വിളിക്കുമോ? വിളിക്കില്ല. അങ്ങനെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി. പക്ഷേ ഒരാൾ ഉണ്ടായിരുന്നു അവിടെ, KP നൗഷാദ് അലി. വി.ഡി. സതീശൻ്റെ വലം കൈയാണ്, ഇടം കൈ കൂടിയാണ് അദ്ദേഹം. പക്ഷേ 2 വാക്ക് വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞു. മറ്റു ഒരു എം.എൽ.എമാരും വി.ഡി. സതീശനെ കുറിച്ച് ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല. കെ.സി. വേണുഗോപാലിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ച നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്ന് വി. ജോയ് MLA. ഞാൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ കാരണം കെ.സി. വേണുഗോപാലാണെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ഇവരെല്ലാവരും ഒരേ പുകഴ്ത്തലാണ് കെ.സി. വേണുഗോപാലിനെ. ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല വി.ഡി. സതീശനെ കുറിച്ച്. AP അനിൽകുമാർ സംസ്ഥാന മന്ത്രിയാണ്. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിയായ AP അനിൽകുമാർ KPCCയുടെ പ്രധാന ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം പോലും ഒരു വാക്ക് പറഞ്ഞില്ല വി.ഡി. സതീശനെ കുറിച്ച്. അദ്ദേഹവും കെ.സി. വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തി. എന്ന് വെച്ചാൽ വി.ഡി. സതീശനെ പൂർണ്ണമായും ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, ശബ്ദത്തിൽ പോലും ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ച പരിപാടിയാണ്. പക്ഷേ KP നൗഷാദ് അലി 2 വാക്ക് പറഞ്ഞിരുന്നു. വി.ഡി. സതീശൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, ആ സർക്കാരിന് കരുത്തു പകരാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ് KP നൗഷാദ് അലി 2 മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളൂ, അദ്ദേഹം അവസാനിപ്പിച്ചത്. എന്തുകൊണ്ട്? ആ യോഗത്തിൻ്റെ വികാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി KP നൗഷാദ് അലി. അതുകൊണ്ടാണ് 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് അദ്ദേഹം കസേരയിൽ പോയി ഇരുന്നത്. ഇത് ഒരു സൂചനയാണ്, ചെറിയ സൂചനയല്ല, വലിയ സൂചനയാണ്. ഭരണതലത്തിൽ വി.ഡി. സതീശൻ അമ്പയെ പരാജയമാണ് എന്ന ഒരു നിഗമനത്തിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് വീണ്ടും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കെ.സി. വേണുഗോപാലിന്. ഇനിയൊരു നേതൃമാറ്റം ഉണ്ടായാൽ, നേതൃമാറ്റത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുകയാണെങ്കിൽ വീണ്ടും കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു
കെ.സി. വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്ന MLA-മാർ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയും പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് വി.ഡി. സതീശനെ പൂർണ്ണമായും അവഗണിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് കോൺഗ്രസിൽ എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം.